ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ. നെതന്യാഹു മനുഷ്യരൂപം പൂണ്ട ചെകുത്താനാണെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രൂരതകളെ വിമർശിക്കുന്നത് ജൂതവിരുദ്ധതയായി ചിത്രീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയിലെ പ്രമുഖ കൺസർവേറ്റീവ് വലതുപക്ഷ അവതാരകനായ ടക്കർ കാൾസണുമായുള്ള ദ ടക്കർ കാൾസൺ ഷോ എന്ന അഭിമുഖ പരിപാടിയിലാണ് ഹണ്ടർ ബൈഡന്റെ പരാമർശം. ഇസ്രായേലിന്റെ നിലവിലെ സൈനിക നടപടികളെയും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാടുകളെയും രൂക്ഷമായി കടന്നാക്രമിച്ച ഹണ്ടർ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾ കണ്ടില്ലെന്ന് നടിക്കാൻ ലോകത്തിന് കഴിയില്ലെന്ന് ഓർമ്മിപ്പിച്ചു. നെതന്യാഹു സാക്ഷാൽ ചെകുത്താനാണെന്ന് തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഗസയിലും ഇസ്രായേലിലും സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾ തങ്ങളുടെ കണ്ണും ഹൃദയവും തുറന്നുപിടിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജനങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നുവെക്കുക, ഹൃദയം ഒരു നിമിഷത്തേക്കെങ്കിലും തുറന്നുവെക്കുക. ഗസയിലും ഇസ്രായേലിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ നടക്കുന്ന അനീതികളെയും കെടുതികളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്നും ഹണ്ടർ വ്യക്തമാക്കി. ഇസ്രായേൽ നയങ്ങളെ ആര് വിമർശിച്ചാലും അവരെ ജൂതവിരുദ്ധരായി ലേബൽ ചെയ്യുന്ന രീതി ഇനി ചെലവാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹണ്ടർ ബൈഡന്റെ പ്രതിച്ഛായ തകർക്കാൻ ഇടയാക്കിയ ലാപ്ടോപ്പ് വിവര ചോർച്ചയ്ക്ക് പിന്നിൽ ഇസ്രായേലി ബന്ധങ്ങളാണെന്ന ടക്കർ കാൾസണിന്റെ വെളിപ്പെടുത്തലും അഭിമുഖത്തിൽ വലിയ ചർച്ചയായി മാറി. ഈ വിവാദങ്ങൾക്ക് പിന്നിൽ റഷ്യയാണെന്ന തരത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ വ്യാജ പ്രചാരണം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലി വൃത്തങ്ങളും അവരുമായി ബന്ധമുള്ള സംഘങ്ങളുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് കാൾസൺ ആരോപിച്ചത്. സ്വന്തം കുടുംബത്തിനും രാഷ്ട്രീയ ജീവിതത്തിനുമെതിരെ ഉണ്ടായ കടന്നാക്രമണങ്ങളെക്കുറിച്ചും തന്റെ മുൻകാല മയക്കുമരുന്ന് അടിമത്തത്തെക്കുറിച്ചും ഹണ്ടർ തുറന്നടിച്ചു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന പ്രമുഖ ലിബറൽ ഡെമോക്രാറ്റ് നേതാവിന്റെ മകനായ ഹണ്ടർ ബൈഡനും തീവ്ര വലതുപക്ഷ വക്താവായ ടക്കർ കാൾസണും ഇസ്രായേൽ വിഷയത്തിലും നെതന്യാഹുവിനെ വിമർശിക്കുന്നതിലും ഒരേ നിലപാടിലെത്തിയത് US രാഷ്ട്രീയത്തിൽ വൻ ചർച്ചയായി മാറി. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ 8 വയസ്സുള്ള പെൺകുട്ടി അടക്കം 2 പേർക്ക് ജീവൻ നഷ്ടമായി. മധ്യ ഗാസയിലുണ്ടായ വ്യോമാക്രമണത്തിൽ 18 മാസം പ്രായമുള്ള കുഞ്ഞു കൊല്ലപ്പെട്ടു. ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. അതേസമയം സമാധാന പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥരും ഹമാസ് നേതാക്കളും വ്യക്തമാക്കി. ആയുധശേഖരം ഇസ്രായേലിന് കൈമാറുന്നതിന് പകരം പലസ്തീനിൽ തന്നെ പ്രത്യേക സമിതിക്ക് കീഴിൽ സൂക്ഷിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയതായാണ് സൂചന. ഗാസയിലെ ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനും സൈന്യത്തെ പിൻവലിക്കാനും ഇസ്രായേൽ തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെടുമ്പോൾ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രായേൽ നിലപാട്. അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 15 സമാധാന പദ്ധതി ഇസ്രായേൽ തള്ളിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇതോടെ വെടിനിർത്തലിന്റെ ഭാവിയും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ പിന്മാറ്റത്തിന്റെ സമയക്രമവും വീണ്ടും അനിശ്ചിതത്വത്തിലായി. ഖാൻ യൂനിസിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ താമസിച്ചിരുന്ന ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ ടാങ്കിൽ നിന്ന് വെടിവെപ്പുണ്ടായതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും പ്രാദേശിക വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. റഫീലെ തീരമേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ ഒരു പെൺകുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റു. ഖാൻ യൂനിസിന്റെ കിഴക്കൻ മേഖലകളിൽ ഇസ്രായേൽ പീരങ്കി ആക്രമണം, ഗാസ സിറ്റിയിലെ തുഫുഫ മേഖലയിലെ അൽമഹട്ടയിൽ വെടിവെപ്പും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ 73,386 പേർ കൊല്ലപ്പെടുകയും 1,74,250 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആംബുലൻസ്, സിവിൽ ഡിഫൻസ് സംഘങ്ങൾക്കും പല മേഖലകളിലേക്കും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.